ട്രാൻസ്ഫർ 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 യൂട്യൂബ് തുറന്നാലും വാട്സപ്പ് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും സെയിം അവസ്ഥയാണ്. ലൈവിൻ്റെ ഇടയിൽ വരെ കമൻറ്റിൽ വന്ന് ചോദിക്കുകയാണ്, സാർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നാളെ 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 നാളെ. കാര്യം ട്രാൻസ്ഫർ കുട്ടികളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താ റീസൺ എന്നറിയോ? കിട്ടിയ സ്കൂളിൽ തൃപ്തികരമല്ല. സ്കൂളിലാണെങ്കിൽ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. സീനിയേഴ്സ് ആണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സിൻ്റെ ക്ലാസ് പോരാ, ഒരുപാട് 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 കംപ്ലൈൻസുകൾ. നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളായിരുന്നു, പക്ഷെ കയറി ചെന്നപ്പോൾ ഇത്രമേൽ കഷ്ടപ്പെടാനുള്ള സ്കൂളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ഇതാണ്, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോഴാണെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നാളെ ജൂലൈ 12-ാം തീയതിക്ക് ഒരു ട്രാൻസ്ഫറും വരുന്നില്ല. ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പോലും HS ക്യാപ്പോ VHS ക്യാപ്പോ തന്നിട്ടില്ല. HSCയിലോ VHSCയിലോ ട്രാൻസ്ഫറിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല. നട്ടരാത്രി വന്നിനായിട്ട് ട്രാൻസ്ഫറിനെ കുറിച്ചൊന്നും പറയില്ല. ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ ഒരു 3-4 ദിവസങ്ങൾ മുന്നെങ്കിലും അത് പറയണം. ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ സാറേ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് അവസ്ഥ എന്താണ്? ഞാനിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സപ്ലിമെൻ്ററി ആ ഒരു അഡ്മിഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇപ്പം എന്താ അവസ്ഥ? സപ്ലിമെൻ്ററി കഴിഞ്ഞില്ലേ? സപ്ലിമെൻ്ററി കഴിഞ്ഞാൽ പിന്നെ എന്താ ട്രാൻസ്ഫർ? പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സപ്ലിമെൻ്ററിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തൊരു പ്രശ്നമുണ്ട്. സപ്ലിമെൻ്ററി കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ എന്നുള്ളത് ശരി തന്നെയാണ്. അതിന് സപ്ലിമെൻ്ററി കഴിഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, അതാ പ്രശ്നം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ഒരാൾ ഇപ്പോൾ പ്ലസ് വണ്ണിൽ ബയോളജി സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഈവൻ സൈക്കോളജി സയൻസ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം, ഒരു കോഴ്സാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കാൻ 20-ന് മുകളിൽ ചാപ്റ്റേഴ്സുകളുണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സുകൾ പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പർ വേണ്ടേ, ഒരു ബാക്ക് ഫോഴ്സ് വേണ്ടേ? ആ ബാക്ക് ഫോഴ്സ് ആണ് MS സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ തീരെ താല്പര്യമില്ല, അല്ലെ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല, SSLC പോലെയുള്ള ചാപ്റ്റേഴ്സുകളല്ല ഈ പ്ലസ് വണ്ണിൽ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ സൈക്കോളജി സയൻസോ എടുത്ത കുട്ടിയുണ്ടെങ്കിൽ 1499 രൂപക്ക്, എത്ര? 1499 രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ള പോർഷൻസ്. അതുകൊണ്ട് ഈ ഒരു 1499 രൂപക്ക് MS സൊല്യൂഷൻസിന്റെ കൂടെ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒരു മൊബൈൽ നമ്പർ ഇങ്ങനെ പോകുന്നില്ലേ, എവിടെ പോയി? അതാ ഈ ഒരു മൊബൈൽ നമ്പറിലെ 7012670055 ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്പെഷ്യൽ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. വെറും 1499 രൂപ മാത്രം. പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസ് കിട്ടും. കാരണം ആദ്യത്തെ 1000 സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു ഓഫർ പ്രൈസ് ഉള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, സപ്ലിമെന്ററിയുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ഫസ്റ്റ് സപ്ലിമെന്ററി കഴിഞ്ഞിരിക്കുന്നു. ഇനി വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത്രയും സീറ്റുകൾ, മോനെ പോയി കളർ, ഇത്രയും സീറ്റ് വാക്കൻസികളാണ് നമ്മുടെ 14 ജില്ലകളിലായി കാണപ്പെടുന്നത്. അതായത് ടോട്ടലി 22,729 സീറ്റുകൾ നിലവിൽ വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. സോ ഇത്രയും സീറ്റുകളിലേക്ക് ഇനി എന്താ നടക്കുക? ട്രാൻസ്ഫർ അല്ല, ഇനി നടക്കുന്നത് സെക്കൻഡ് സപ്ലിമെന്ററി ആണ്. സീറ്റുകൾ തീരുന്നത് വരെ സപ്ലിമെന്ററി ഉണ്ടാകും. സാറേ, അപ്പോൾ സെക്കൻഡ് സപ്ലിമെന്ററി കഴിഞ്ഞാൽ എന്നാ കഴിയുക, എന്നാ തുടങ്ങുക? ആ ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. സെക്കൻഡ് സപ്ലിമെന്ററി എന്നാണെന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇനി ആ സെക്കൻഡ് സപ്ലിമെന്ററിയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് കഴിയുന്നത് ഏകദേശം ജൂലൈ 20 കൂടിയായിരിക്കും. അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അല്ലേ? അല്ല, ജൂലൈ 31 വരെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവില്ല. റീസൺ എന്താണെന്നറിയോ? ഓൾറെഡി പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്, സപ്ലിമെന്ററി കഴിഞ്ഞിട്ടേ ട്രാൻസ്ഫർ നടത്തുള്ളൂ. അപ്പൊ സപ്ലിമെന്ററി കഴിയുന്നത് എന്നാ? ജൂലൈ 31 കഴിഞ്ഞിട്ടേ ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പേ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ ശക്തമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ പ്രതികരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ചെല്ലണം. നിലവിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ച് ഒരു കാര്യം പോലും ഗവൺമെന്റോ പൊതുവിദ്യാഭ്യാസ വകുപ്പോ സംസാരിച്ചിട്ടില്ല. ഒരു സർക്കുലർ പോലും ഇറങ്ങിയിട്ടില്ല. മനസ്സിലായല്ലോ പറയുന്നത്?
അപ്പോൾ അടുത്ത സ്റ്റേജ് എന്താ? സെക്കൻഡ് സപ്ലിമെൻ്ററി. 22,000 സീറ്റുകളിലേക്കുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്. 130ഓളം ബാച്ചുകൾ പുതിയതായിട്ട് അനുവദിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബാച്ചുകളിലേക്കൊക്കെയുള്ള സപ്ലിമെൻ്ററിയാണ് ഇനി നടക്കുക. അത് കഴിഞ്ഞിട്ടേ ട്രാൻസ്ഫർ നടക്കുള്ളൂ. ഓക്കെ ആണല്ലോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഞാൻ നേരത്തെ ഒരിക്കൽ കൂടി പറയുകയാണെ, ജൂലൈ 31 വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെടാത്ത സ്കൂളിലേക്ക് ചെല്ലാം. അതുവരെ ട്രാൻസ്ഫർ ഉണ്ടാവുന്ന ആരും വ്യാമോഹിക്കേണ്ടതില്ല. ഇനി എന്തെങ്കിലും ഒരു ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ കുറച്ച് നേരത്തെ ട്രാൻസ്ഫർ നടത്താൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി എന്ത് വാർത്തകൾ കേട്ടാലും നാളെ ട്രാൻസ്ഫർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോകൾ പോകുന്നുണ്ട്. അത് വ്യാജമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. സോ മറക്കണ്ട, തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. പക്ഷേ ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങണോ? 1499 രൂപയുടെ MS സൊല്യൂഷൻസിൻ്റെ സ്പെഷ്യൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതാ പോകുന്നുണ്ട് മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ ചെറുപ്പക്കാര. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.